പല്ലു ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളോട് ശിവാങ് ഉണ്ട്. ബ്രോ സുഖാണോ? സുഖമായിരിക്കുന്നു. അവിടെ എങ്ങനെയുണ്ട്? നന്നായിട്ട് പോകുന്നു. ബ്രോ, ഞാൻ ലിവർപൂളിലേക്ക് വരുന്നതിന് മുമ്പ് എന്താണ് ബ്രോ സിറ്റിക്ക് സംഭവിക്കുന്നത്? ഇതിപ്പോ എല്ലാരും പോയി തോൽപ്പിക്കുന്ന സിറ്റുവേഷനിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. വില്ലക്കെതിരെ 2-1 തോൽവി. ഇങ്ങനെ പോവുകയാണെങ്കിൽ പുള്ളിനെ സാക്ക് ചെയ്യാനുള്ള വല്ല ചാൻസും കാണുന്നുണ്ടോ? ഇല്ല, ഇത് പറഞ്ഞില്ലേ 22-23 സീസണിൽ ലിവർപൂളിന് വന്ന അതേ സിറ്റുവേഷൻ ആണ് ഇപ്പോ സിറ്റിക്ക്. ഞാൻ അബ്രോഡ് കഴിഞ്ഞ ഒരു ഡിസ്കഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതെ, ഇതേ അതവസ്ഥ. മിഡ്ഫീൽഡിൽ ലെഗ്സ് ഇല്ല. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ എന്താണ് അവിടെ നടക്കുന്നത് അത് തന്നെയാണ് ഞങ്ങൾക്ക് 22-23 നടന്നത്. ഇപ്പൊ ആകെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്ന നമുക്ക് റോഡ്രി സീസൺ ഔട്ടാണ്. പിന്നെ അവരുടെ റോഡ്രി ഉണ്ടായിരുന്നോണ്ടാണ് ഈ വീക്ക്നെസ്സസ് ഇത്രയും നാൾ കാണാണ്ടിരുന്നത്. ഓൾറെഡി ട്രാൻസിഷനിൽ ഭയങ്കര മോശമായിട്ടുള്ള ഒരു ടീമാണ്. അപ്പോ അതിൻ്റെ കൂടെ റോഡ്രി പോലത്തെ ഒരു പ്ലെയറും കൂടി ഇല്ലാത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് അവര്. ഇപ്പൊ ഓവറോൾ നോക്കുമ്പോൾ റോഡ്രി ഇല്ലാത്ത മാത്രമല്ല ഇഷ്യൂ, അതാണ് വേറൊരു കാര്യം. റോഡ്രി ഇല്ലാത്തത് കൊണ്ട് മാത്രമല്ല, അത് കുറെ പ്ലേയേഴ്സ് ഉണ്ട് അവിടെ. ഇപ്പൊ ബെർണാർഡോ സിൽവ ആണെങ്കിലും ഗുണ്ടോഗൻ ആണെങ്കിലും സ്റ്റോൺസ്, കുറെ വോക്കറിനെ പറഞ്ഞേ പറ്റൂ. എനിക്ക് തോന്നുന്നു ഇങ്ങനത്തെ കുറെ പ്ലേയേഴ്സ് ഉണ്ട്. ഗ്രില്ലിഷ് നമ്മൾ നോക്കുമ്പോൾ പുള്ളി പിച്ചിൽ എന്തൊക്കെയോ ചെയ്യാൻ നോക്കും, പക്ഷെ പുള്ളിക്ക് ഔട്ട്പുട്ട് ഇല്ല എന്ത് ചെയ്യാൻ. അപ്പോ അതെ. എനിക്ക് തോന്നുന്നത് അതൊക്കെ റിമൂവ് ചെയ്യേണ്ട പ്ലേയേഴ്സിനെ റിമൂവ് ചെയ്യണം. അപ്പൊ അത് തന്നെയാണ് അവർ ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ ഈ വിന്റോ മുതൽ തന്നെ റീബിൽഡ് ഉണ്ടാവുന്ന പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവും. സാക്ക് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറഞ്ഞില്ല, ഇതൊന്നും ഇത് കംപ്ലീറ്റ്ലി ഒരിക്കലും മാനേജറിന്റെ ഫോൾട്ട് അല്ല. കാര്യം ഇത് ഏതൊരു ക്ലബിന് വരുമ്പോഴും ഇതൊരിക്കലും മാനേജറിന്റെ ഫോൾട്ട് അല്ല. കാര്യം അവൈലബിൾ ആയിട്ടുള്ള ടീം എത്രയേ ഉള്ളൂ. പിന്നെ പുള്ളിയുടെ ഭാഗത്ത് ഫോൾട്ട് ഉള്ളത്, പുള്ളിക്ക് എപ്പോഴും 23 പേര് മതി സ്ക്വാഡിൽ, അതിൽ കൂടുതൽ അതെ. വേണ്ട എന്നുള്ള അത് പുള്ളിയുടെ ഒരു പ്രശ്നമാണ്. അത് ഗോഡിയോളയുടെ എന്താ പറയാ, അത് പിടിവാശിയായിരുന്നു ഈ സീസണിലും. ഈ സീസണിലും പുള്ളിയുടെ വാശിയായിരുന്നു ഇത്ര ലിമിറ്റഡ് സ്ക്വാഡ് മതി, ചെറിയ സ്ക്വാഡ് മതി എന്ന്. അത് ബാക്ക് ഫയർ ചെയ്താണ് ഈ സീസണിൽ കണ്ടത്. അപ്പൊ എനിക്ക് തോന്നുന്നു 470 മില്യൺ എങ്ങാണ്ട് അവർ ട്രാൻസ്ഫേഴ്സ് മാത്രം ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്ക് പൈസ ഉണ്ട്, നിറച്ച് പൈസ ഉണ്ട്. അവരത് പമ്പ് ചെയ്യും എന്തായാലും, അത് ഉറപ്പാണ്. അവരത് പമ്പ് അതെ, ചെയ്ത് എനിക്ക് പ്ലേസിന് തോന്നുന്നു ടോപ്പ് ക്ലാസ് പ്ലേസ് എത്തും. അതാണ് ഈ ഉണ്ടാവാൻ ഈ പോകുന്നത്. ഈ വിൻഡോ മുതൽ തന്നെ നമുക്ക് കാണാം. ചിലപ്പോൾ അവർ വിൻഡോ പോയി 2-3 പ്ലേയേഴ്സിനൊക്കെ ഈ ഒരു ജനുവരി തന്നെ വാങ്ങാനുള്ള ചാൻസ് കാണുന്നുണ്ട്. ബ്രോ, ഹാലണ്ടിന്റെ കാര്യം ചോദിക്കാനുണ്ട്. ആ ഒരു ആർസണൽ ഇൻസിഡന്റിന് ശേഷം പുള്ളി പിക്ചറിലേ ഇല്ല. പുള്ളിക്ക് ഗോൾ അടിക്കാൻ പറ്റുന്നില്ല. മിഡ്ഫീൽഡിൽ നിന്നാണെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടുന്നില്ല. ഇന്നൊക്കെ വൻ ഷോകായിരുന്നു. അതുപോലെ തന്നെ ഡിഫൻസും. ഇപ്പോൾ പുള്ളി റീക്കോ ലൂയിസിനെ ട്രസ്റ്റ് ചെയ്തുകൊണ്ടാണ് ആ ഡിഫൻസ് ബിൽഡ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ തന്നെ അറിയാം കാര്യങ്ങൾ. റിക്കോ ലൂയിസ് ചിലപ്പോൾ വല്ലപ്പോഴും കളിച്ചാലായി ഒരു 5 മത്സരത്തിൽ ഒരു മത്സരത്തിൽ പുള്ളിയുടെ ഒരു പെർഫോമൻസ് കാണും. 4 മിസ്റ്റേക്സ് ഉണ്ടാവും. ഇപ്പോൾ റൂബൻ ഡിയാസും കൂടി പുറത്തു പോയതോടെ പുള്ളിക്ക് ഓപ്ഷൻസ് ഇല്ല. ഇപ്പോൾ ജോൺ സ്റ്റോൺസും റിക്കോ ലൂയിസും വാഡിയോളും ഈ 3 പേർക്കും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ മിസ്റ്റേക്ക് വരുത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പുള്ളിക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഓപ്ഷൻസ് ഇല്ല. ഉള്ള പ്ലേയേഴ്സ് ആണെങ്കിൽ കഴിഞ്ഞ സീസണായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വളരെ മോശം പെർഫോമൻസ് ആണ്. മിസ്റ്റേക്കുകൾ വരുന്നു. അപ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വേറെ വഴിയില്ല. പുള്ളിക്ക് ഇത് കളിച്ചേ പറ്റുന്നുള്ള സിറ്റുവേഷൻ ആണല്ലേ? അതെ, ഞാൻ പറഞ്ഞില്ല, ഇപ്പോ ഒരു പ്രോപ്പറായിട്ട് കളിക്കുന്ന ഒറ്റ സെന്റർ ബാക്ക് ഗോഡിയോളാണെങ്കിൽ ലെഫ്റ്റ് ബാക്ക് ആണ് കളിക്കുന്നത്. അപ്പോ നോക്കുമ്പോ റുബൻ ഡിയാസ് ഇഞ്ചോർഡ് ആണ്. ഓവറോൾ നോക്കുമ്പോ ഒരു ടഫ് സിറ്റുവേഷൻ ആണ് കാണുമ്പോൾ. അത് നമുക്ക് എന്താ, അത് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ക്ലബിൽ എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു, ലിവർപൂളിന് ഇതേ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ഇപ്പൊ ഇവർക്ക് ഡിഫൻസിലും മിഡ്ഫീൽഡിലും ഇഷ്യൂസ് ഉണ്ട്. ഒന്നാമത് കൈൽ വോക്കർ ഭയങ്കര എറർ പ്രോൺ ആയിക്കൊണ്ടല്ല, പുള്ളി ഓൾറെഡി എറർ പ്രോൺ ആണ്. അത് ടീമിന്റെ ആ ഒരു നല്ല സ്റ്റേറ്റിലെ ആൾക്കാർ കണ്ടതായിട്ട് അവർ കാണാത്ത പോലെ ഇരുന്നാണ്. സിറ്റി ഫാൻസ് ആണെങ്കിലും അവേ ഫാൻസ് ആണെങ്കിലും. അപ്പോൾ അതുകൊണ്ട് ഇപ്പൊ അത് ആൾക്കാർ പറയാൻ തുടങ്ങി, ഹൈലൈറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നുന്നത് ഓവറോൾ റീബിൽഡ് ആവശ്യം. ഹാലൻഡ് ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ലിമിറ്റേഷൻസ് ഉള്ള സ്ട്രൈക്കറാണ്. ഒരു ക്രിയേറ്റർ ബാക്കിലില്ലെങ്കിൽ, സ്പെഷ്യലി ഡിബ്രോയിനെ തന്നെ വേണം പുള്ളിക്ക് ഗോൾ അടിക്കാന്നുള്ള ഒരു അവസ്ഥയായി പോയി ഇപ്പൊ. അത് എന്തുകൊണ്ടാന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് ഡോട്ട്മണ്ടിൽ ഒരു പരിധി വരെ സാൻചോ ആയിരുന്നു. സാൻചോ കൂടെ ഉണ്ടായിരുന്നു. സാൻചോ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുമായിരുന്നു ഹാലൻഡിനെ. അപ്പൊ ഹാലൻഡിന് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ട്രൈക്കർ അല്ലേ. ഇപ്പൊ ഹാരിക്കെയിനെ പോലെയോ ഒരു പരിധിവരെ സൊലാങ്കിനെ പോലെയോ അല്ലെങ്കിൽ ഇപ്പൊ ഫിർമീനോനെ പോലെ ഇങ്ങനത്തെ സ്വന്തമായിട്ട് ഡ്രോപ്പ് ചെയ്ത് ഹോൾഡ് അപ്ലൈ ചെയ്ത് മുകളിലോട്ട് ഓടിക്കയറാനൊന്നും പറ്റില്ല. അപ്പോൾ അതിനൊരു ഒരു ക്രിയേറ്റർ വേണം കൂടെ. അപ്പൊ അതില്ലാത്തതിന്റെ ഡിബ്രോയിനെ എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ അത് കളിപ്പിച്ചാലും കളിപ്പിച്ചില്ലെങ്കിലും ഹാലൻഡ് ഇൻവോൾവ്മെന്റ് കുറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അപ്പൊ അത് പിന്നെ ഹാലൻഡിലോട്ടാണ് കംപ്ലീറ്റ് ഡിപ്പെൻഡൻസി സിറ്റിയുടെ ഗോളിൽ. അതാണ് അതെ. വേറൊരു കാര്യം. അവർക്ക് വേറെ ഫോർവേഡ്സ് ഒന്നും ഗോൾ അടിക്കുന്നില്ല. ഫോർഡൻ ഭയങ്കര ഔട്ട് ഓഫ് ഫോം ആണ്. ഇന്നത്തെ കളി ഗോൾ അടിച്ചു, നല്ല കാര്യം. പക്ഷെ ഫോർഡൻ കംപ്ലീറ്റ്ലി ഔട്ട് ഓഫ് ഫോം ആണ്. അപ്പോ ഓവറോൾ നോക്കുമ്പോൾ നല്ല സിറ്റുവേഷൻ അല്ല. ബ്രോ, നാളത്തെ മത്സരത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾ ടോട്ടൻഹാം സ്റ്റേഡിയത്തിലേക്ക് വരികയാണ്. നിങ്ങൾ 10 വരെ വെച്ച് ഫുള്ളാമിനെതിരെ സമനില പിടിച്ചതിന്റെ കോൺഫിഡൻസ് ഉണ്ട്. നമ്മളെ കഴിഞ്ഞ കളി ബ്രോ കണ്ടോന്ന് അറിയില്ല, കരബാ കപ്പ്
ഇതേപോലെ തന്നെ സിറ്റുവേഷൻ ആണ് നമ്മൾ ബ്രൈറ്റനെതിരെ കണ്ടിട്ടുള്ളതിന്റെ വേറൊരു ഇമേജ് ആണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ യുണൈറ്റഡിനെതിരെ കണ്ടത്. കാരണം ഒരു ടെൻഷനും ഇല്ല, നമുക്ക് 3-0 ലീഡ് ഉണ്ടായിരുന്നു, ഈസി ആയിട്ട് പാട്ടും പാടി ജയിക്കേണ്ട കളി അവസാനം കൊണ്ടുപോയി ടെൻഷൻ ആക്കി അവസാന മിനിറ്റ് വരെ ഡ്രാഗ് ചെയ്ത്, പക്ഷെ സംഭവം ജയിച്ചു. പക്ഷെ ജയിച്ചിട്ടുണ്ടെങ്കിലും ഈ കൺവിൻസിംഗ് ആയിട്ട് ജയിക്കുക എന്ന് പറയുന്നത് നമ്മളെ ബ്ലഡിൽ ഇല്ലാത്തൊരു സംഭവമാണ്. എങ്ങനെയെങ്കിലും കൺഫ്യൂസ്ഡ് ആക്കുക, അവസാനം ആൾക്കാരെ ടെൻഷൻ അടുപ്പിച്ചിട്ട് മാത്രമേ ജയത്തിലേക്കൊക്കെ പോകാറുള്ളൂ. ബ്രോ, നാളെ എന്താണ് ബ്രോയുടെ എക്സ്പെക്ടേഷൻ? ലിവർപൂളിനെ സംബന്ധിച്ചിടത്തോളം നാളെ ഒരു മസ്റ്റ് ആണ്. കാരണം ഇപ്പോ സിറ്റി പോയിന്റ് ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ചെൽസി തൊട്ടടുത്ത് തന്നെ ഉണ്ട്. ഒരു മാച്ച് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഗ്യാപ്പ് വീണ്ടും 2 പോയിന്റിലേക്ക് പോകും. എന്താണ് ബ്രോയുടെ അഭിപ്രായം? ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ, ഇത് ടോട്ടനം ഓൺ ദർ ഡേ അവർക്ക് ഏത് ടീമിനെയും തോപ്പിക്കാം. അതാണ് എൻ്റെ ഒരു ഒരു അനാലിസിസ്. പക്ഷെ അത് എപ്പോഴാണെന്ന് നമുക്കറിയില്ല. അതാണ് അവസ്ഥ. അപ്പോ ടോട്ടനം എപ്പോ നന്നായിട്ട് കളിക്കും, എപ്പോ മോശമായിട്ട് കളിക്കും ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ടോട്ടനമിനെ സംബന്ധിച്ച് ആസ് എ ഒപ്പോണന്റ് അതാണ് ഏറ്റവും വലിയ പേടിപ്പെടുത്തുന്ന കാര്യം. എങ്ങനെ ഇവർ കളിക്കും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത് വി ക്യാൻ ഗ്രൈൻഡ് എ വിൻ, അത് എന്തായാലും ഉറപ്പാണ്. കാര്യം ടോട്ടനമിന് ഇപ്പൊ ഡിഫൻസ് കണ്ടാൽ തന്നെ ആർച്ചി ഗ്രേനെ സെന്റർ ബാക്ക് കളിപ്പിക്കുന്ന ഒരു ഡിഫൻസ് നോട് ശരിക്കും തോക്കരുത്. അതാണ് മെയിൻ കാര്യം. അങ്ങനെ കളിപ്പിക്കുന്ന ഒരു ടീമിനോട് ശരിക്കും തോക്കരുത്. അപ്പോ എനിക്ക് തോന്നുന്നത് അത് അഡ്വാൻറ്റേജ് എടുത്ത് ജയിക്കണം എന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം സെന്റർ ബാക്ക് പോയിട്ട് ഒരു ഫുൾ ബാക്ക് അല്ലാണ്ട് ഒരു മിഡ്ഫീൽഡർ പോലത്തെ ഒരു പയ്യൻ, ഒരു 18 ഇയേഴ്സ് ഓൾഡ് ആയിട്ടുള്ള ഒരു പയ്യൻ കളിക്കുമ്പോൾ അത് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് വേണ്ടത്. പിന്നെ ഫ്രേസർ ഫോസ്റ്റർ ആണ് നിങ്ങൾ ശരിക്കും 10 പേരെ വെച്ച് കളിക്കുന്നത്. ഞാൻ പറയും ഫ്രേസർ ഫോസ്റ്റർ നിങ്ങളുടെ പ്ലെയർ അല്ല. അപ്പൊ എനിക്കതാ തോന്നുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതൊക്കെ ക്യാപിറ്റലൈസ് ചെയ്യാന്നാണ്. അപ്പൊ ഞാൻ പറയില്ലേ, ടോട്ടനമിന് ആരെ വേണേലും തോപ്പിക്കാം. ഞാൻ അതാ എപ്പോഴും പറയുന്നത്, ടോട്ടനമിന് ആരെ വേണേലും തോപ്പിക്കാം, ടോട്ടനമിനെ ആർക്ക് വേണേലും തോപ്പിക്കാം. ഇപ്പൊ അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. അപ്പോൾ ടോട്ടനമിന്റെ മെയിൻ അജണ്ട ഇപ്പൊ എന്ന് പറയുന്നത് നമ്മൾ എത്ര കൺസീഡ് ചെയ്താലും നമുക്ക് ഔട്ട് സ്കോർ ചെയ്യാന്നുള്ള ഒരു മെന്റാലിറ്റി ആണ് ഇപ്പൊ. അതെനിക്കതാ തോന്നുന്നത്. അപ്പൊ എനിക്കൊന്ന് അങ്ങനെ ആവാണ്ടിരിക്കട്ടെ, അതാണ് എനിക്ക് തോന്നുന്നത്. അത് ലിവർപൂൾ എനിക്കൊന്ന് ക്യാപിറ്റലൈസ് ചെയ്യാനുള്ള കുറെ കാര്യങ്ങളുണ്ട്, എസ്പെഷ്യലി സെന്റർ ബാക്ക് ഏരിയ ആണ്. ഇനി വീണ്ടും ചെൽസി ഗെയിം പോലെ റഷ് ചെയ്യുമോന്ന് എനിക്ക് അറിയില്ല. സെന്റർ ബാക്സിന് വരാൻ സാധ്യതയില്ല. കാര്യം വീണ്ടും സിവിയർ ആയിക്കാണ് ഇഞ്ചുറീസ്. അന്ന് ചെയ്തതിന്റെ എഫക്ട്സ് ഉണ്ടാവും വണ്ടിവനാണെങ്കിൽ റൊമേറോനാണ്. അപ്പൊ എനിക്കൊന്ന് ആ ഡിഫൻസിന്റെ സിറ്റുവേഷനിൽ ക്യാപിറ്റലൈസ് ചെയ്യാന്നുള്ളതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. പക്ഷെ ടോട്ടനം അവരുടെ ഹോമിൽ എപ്പോഴും ഡേഞ്ചറസ് ആണ്. അതാണ് വേറൊരു വിഷയം. അതെ, ഇപ്പോ കഴിഞ്ഞ കളിയിൽ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് വിങ്ങില് ഡാലോൺ ഓൾമോസ്റ്റ് ലൈക്ക് 6-7 ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു പുള്ളിക്ക്. കാരണം അവിടെ ഒരുപാട് സ്പേസ് ഉണ്ട്. പെഡ്രോ പോറോ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേക്ക് കയറി അങ്ങ് മുകളിലോട്ട് പോകും. പിന്നെ അവിടെ ഭയങ്കര സ്പേസ് ആണ്. ഒരു ലോങ് ബോൾ അവിടെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് ബോക്സിലേക്ക് കയറി വരാം. മിഡ്ഫീൽഡിൽ നിന്ന് സാറൊക്കെ ആയിരുന്നു ശരിക്കും പറഞ്ഞാൽ ട്രാക്ക് ബാക്ക് ചെയ്യുന്നത്. കാരണം നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ല. നിങ്ങൾക്ക് ഫൗൾ ചെയ്യുക, അല്ലെങ്കിൽ ആ സ്പെസിഫിക് അറ്റാക്ക് എങ്ങനെയെങ്കിലും ഡിലേ ചെയ്യിപ്പിക്കുക. ഈ 2 ടാക്ടിക്കൽ അപ്രോച്ച് മാത്രമേ നമുക്കുള്ളൂ. അപ്പോൾ ആ ഒരു വിങ്ങിൽ നമുക്കൊരു പ്രോബ്ലം ആയിട്ടുള്ള സിറ്റുവേഷൻ കാണുന്നുണ്ട്. ഇപ്പോൾ പോസ്റ്റ്കോഗ്ലു പറയുന്നത് നിങ്ങൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് പെഡ്രോ പോറോനോട് ഓക്കെ ഗോ അപ്പ് എന്ന് പറഞ്ഞിട്ട് പുള്ളിനെ അഴിച്ചുവിടും. പക്ഷെ പുള്ളിക്ക് തിരിച്ചു വരാൻ പറ്റില്ല. ഒരു കൗണ്ടർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്പേസ് മൊത്തം ഓപ്പൺ ആണ്. അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഉഡോജി കളിക്കുന്നില്ല, നമുക്ക് ലെഫ്റ്റ് വിങ് കളിക്കുന്ന ഡെസ്പെൻസ് ആണ്. സ്പെൻസ് വളരെ യങ്ങായിട്ടുള്ള പുള്ളിക്ക് ആകെ ഒരു ഗെയിം ടൈം മര്യാദയ്ക്ക് കിട്ടിയിട്ടുള്ളത് ഈ കരവോ കപ്പിലാണ്. വേറെ ഓപ്ഷൻസ് ഇല്ലാത്തതിനെ കൊണ്ടാണ് നമ്മൾ പുള്ളിനെ ഇറക്കുന്നത്, അല്ലാതെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലെഫ്റ്റ് ബാക്ക് കാറ്റഗറി അല്ല. അപ്പൊ ആ 2 സ്പേസിലാണ് എനിക്ക് തോന്നുന്നു നമ്മളെ നല്ല വീക്ക്നെസ് ഉള്ളത്. കാരണം നിങ്ങൾ ചിലപ്പോ വിങ്ങിൽ വരുന്നത് നല്ല സ്പീഡായിട്ടുള്ള പ്ലേയേഴ്സ് ആണ്. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു ലോങ് ബോൾ ഒക്കെ സ്വിച്ച് ചെയ്തിട്ട് ആ ഒരു സൈഡിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൂയിസ് ഡിയാസിനൊക്കെ കട്ട് ബാക്ക് ചെയ്ത് അകത്ത് കയറാൻ ഈസി ആയിട്ട് പറ്റും. അവരുടെ സ്പീഡും ആ ഒരു റിക്കവറി എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, എസ്പെഷ്യലി അർണോൾഡിന്റെ ഒക്കെ ബോള് കറക്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയറി വരാൻ പറ്റും. അത് നമുക്കൊരു കൺസേൺ ആണ് ബ്രോ. അതെ ഞാൻ പറയില്ലേ, പക്ഷെ സ്പെൻസ് ഞാൻ ആ കളി കണ്ടിടത്തോളം എനിക്ക് സ്പെൻസിനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സത്യം പറയില്ല, ഞാൻ നോട്ടിംഗം ഫോറസ്റ്റ് പോലെ പുള്ളിനെ നല്ലോണം റേറ്റ് ചെയ്യുന്ന ഒരു പ്ലെയർ ആണ്. അപ്പോൾ സ്പെൻസ് ഓവറോൾ ഞാൻ പറയില്ലേ, സ്പെൻസിന്റെ കേസ് അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് ഞാൻ ഹൈലി നോക്കാൻ പോകുന്നത് കുലസേസ്കിനായിരിക്കും. എനിക്ക് നിങ്ങളുടെ ഡിഫൻസിനെക്കാളും പേടി നിങ്ങളുടെ അറ്റാക്കിനാണ്. കാര്യം ഞാൻ പറയില്ലേ, കുലസേസ്കി ആണ് എനിക്ക് തോന്നുന്നത് ടീം ഓഫ് ദി ഇയർ ലെവൽ പെർഫോമൻസ് ആണ് പുള്ളി കൊടുക്കുന്ന. കാര്യം എന്ത് പ്ലെയർ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള പ്ലെയർ. അപ്പോൾ എനിക്കൊന്ന് നമ്മുടെ അവിടെ കളിക്കാൻ പോകുന്ന ആരാന്ന് പോലും എനിക്ക് അറിഞ്ഞൂടോ. റോബർട്ട്സൺ റോബർട്ട്സൺ ഉണ്ടെങ്കിൽ കുലസേസ്കിക്ക് അത് ഒരു പ്ലേ ഗ്രൗണ്ട് ആയിരിക്കും സത്യം പറഞ്ഞ കാര്യം. റോബർട്ട്സൺ ഔട്ട് ഓഫ് ലെഗ്സ്, അത് നമ്മൾ ഇനിയെങ്കിലും പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു സിമിക്കാസ് ഫുൾ ഫിറ്റ് ആണ്, പക്ഷെ ഗെയിം ടൈം 90 മിനിറ്റ്സ് കൊടുക്കോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ ഞാൻ അറിയില്ല, ഡിഫൻസ് നമ്മൾ നോക്കുമ്പോൾ പെഡ്രോ പോറോ എപ്പോഴും ഒരു അറ്റാക്കറെ പോലെ കളിക്കുന്നത്. കാര്യം
ഫുൾ ടൈം ഒന്നിൽ മിഡ്ഫീൽഡിലായിരിക്കും, അല്ലെങ്കിൽ ഫ്രണ്ടിൽ കുലസെസ്കിയുടെ ഫ്രണ്ടിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് ചില സമയത്ത്. അപ്പോൾ എനിക്കൊന്ന് പെഡ്രോ പോറോ ഡിഫെൻസീവ്ലി ഭയങ്കര സൗണ്ട് ആയിട്ടുള്ള സെന്റർ ബാക്ക് ആണ്, പക്ഷേ അല്ല ഫുൾ ബാക്ക് ആണ്. പക്ഷെ ആകെയുള്ള പ്രശ്നം ടാക്ടിക്കലി പുള്ളിക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. ടാക്ടിക് വൈസ് നോക്കുമ്പോൾ പുള്ളി ഭയങ്കര ലിമിറ്റഡ് ആയി പോവാണ് അവിടെ. അപ്പൊ എനിക്ക് തോന്നുന്നു കറക്റ്റ്. അതാണ് അഡ്വാൻറ്റേജ് എടുക്കേണ്ടത്. പക്ഷെ അങ്ങനത്തെ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ലിവർപൂൾ ഫുള്ളി ലെഫ്റ്റ് ഓറിയന്റഡ് ആയി പോകരുത്. എനിക്ക് അത്രേ ഉള്ളൂ ഒരു ആഗ്രഹം. നമ്മളിപ്പോ ആർസണലിലൂടെ കണ്ടപ്പോൾ നമ്മൾ കണ്ടതാണ്, പാർട്ടയാണ് അവിടെ റൈറ്റ് ബാക്ക് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ അവിടെ ഫുൾ ടൈം ലൂയിസ് ഡിയാസിന്റെ സൈഡിലായിരുന്നു ബോൾ. ഫുൾ ടൈം ഒരു 60 മിനിറ്റ് വരെ ലൂയിസ് ഡിയാസ് സെൻട്രിക് ആയിരുന്നു. അപ്പൊ അത് അങ്ങനെ ആവരുത്, അത് എന്റെ ഒരു ആഗ്രഹമുള്ളൂ. അല്ലാണ്ട് ടോട്ടനമില് എനിക്ക് പേടിയുള്ളത് മെയിൻ സൊലാങ്കിക്കാണെങ്കിൽ ലിവർപൂളിനോട് ഭയങ്കര ദേഷ്യം. എപ്പോഴും ലിവർപൂളിന്റെ അടുത്ത് കണ്ട് ഗോൾ അടിച്ചില്ലെങ്കിലും നമ്മളെപ്പോഴും ത്രെറ്റൻ ചെയ്യുന്ന ഒരു പ്ലെയർ സൊലാങ്കി ആണെങ്കിലും കുലസെസ്കി ആണെങ്കിലും അതെ. അപ്പൊ എനിക്കൊന്ന് ഇതാണ് എന്റെ ഒരു ഫിയർ ഫാക്ടർ ആയിട്ടുള്ള ടോട്ടനമില്. ബ്രോ, ഡിഫൻസിൽ എന്താണ് സിറ്റുവേഷൻ ഇപ്പോൾ? നമ്മൾ റൊട്ടേറ്റ് ചെയ്യുന്ന കണ്ടു. ജോ ഗോമസ്, കോൺസ ചില മത്സരത്തിൽ കളിക്കുന്നുണ്ട്. എന്താണ് കൊനാട്ടയുടെ സിറ്റുവേഷൻ? പുള്ളി വരാറായോ, അല്ലെങ്കിൽ പുള്ളി ഒരു ഫുള്ളി ഫിറ്റ് ആയിട്ട് ട്രെയിനിങ് ഒക്കെ തുടങ്ങാൻ എന്താണ് ഒരു ന്യൂസ് വരുന്നത്? കൊണാട്ടെ ബ്രേസസ് ഒന്നും ഇല്ല ഇപ്പൊ, നീല് ബ്രേസ് ഇല്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ജിം ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഒരു യുണൈറ്റഡ് മാച്ചിന് ഉള്ളിലുണ്ടാവും, ജനുവരി 5 ഉണ്ടാവും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അല്ലാണ്ട് നോക്കുമ്പോൾ ഡിഫൻസ് ഇപ്പൊ വാൻഡൈക്ക്, ഗോമസ്, സിമിക്കാസ് ആയിരിക്കും, സിമിക്കാസ് അർണോൾഡ് ആയിരിക്കും. എനിക്കത് തോന്നുന്നു. എനിക്ക് തോന്നുന്നില്ല റോബർട്ട്സൺ സ്റ്റാർട്ട് ചെയ്യരുത്. അതാണ് വേണ്ടത്. കാര്യം റോബർട്ട്സൺ കൂടെ ആയിക്കഴിഞ്ഞാൽ എനിക്കൊന്ന് അവിടെ ആളില്ലാത്ത പോലെ, സത്യം പറഞ്ഞു അത് നമ്മൾ അഡ്മിറ്റ് ചെയ്തേ പറ്റൂ. ലെജൻഡാന്ന് പറഞ്ഞാൽ നമുക്ക് കൈൽ വോക്കറിന്റെ അവസ്ഥ വരും. ഈ കൊല്ലം കൂടെ നമ്മൾ റോബർട്ട്സനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ കൈൽ വോക്കറിന് ഇപ്പൊ കേൾക്കുന്ന സ്ലാൻഡറിന്റെ അവസ്ഥ വരും റോബർട്ട്സൺ. അപ്പൊ അത് കേൾക്കാണ്ടിരിക്കുകയാണ് റോബർട്ട്സന് നല്ലത്. എനിക്ക് തോന്നുന്നു ഇപ്പൊ തന്നെ അത് അഡ്മിറ്റ് ചെയ്ത് കളിപ്പിക്കാണ്ടിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. അപ്പൊ ഈ പറഞ്ഞ ഡിഫൻസ് ആയിരിക്കും കളിക്കാൻ പോകുന്നത്. കൊണാട്ടെ വന്നു കഴിഞ്ഞാൽ തന്നെ, കൊണാട്ടെ ഇല്ലാത്ത 2 കളിയാണ് 4 പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്തത്. അപ്പോൾ അത് വളരെ വളരെ കൺസേണിങ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. വളരെ വളരെ കൊണാട്ടെ എത്ര ഇമ്പോർട്ടന്റ് ആണ് ലിവർപൂളിൽ നിന്ന് കാണിക്കുന്ന ഒരു ഫാക്ടറും കൂടിയാണ്. അപ്പോൾ എന്താ പറയാ, ജോ ഗോമസ് ആണ്. എനിക്കറിയില്ല, പുള്ളി ഒരു മാച്ച് കളിച്ചു കഴിഞ്ഞാൽ 2 കളി വരെ കളിക്കില്ല. എനിക്ക് അറിഞ്ഞൂടെ എന്തായിരിക്കും നാളെ എന്താ പുള്ളി ചെയ്യാൻ പോകുന്നത്. പക്ഷെ ഗോമസിനെ എപ്പോഴും ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഇഷ്ടമുള്ള ഒരു സെന്റർ ബാക്ക് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താവും. ഓക്കെ ബ്രോ, അവസാനത്തെ ക്വസ്റ്റ്യൻ. ബ്രോ, ചെൽസി തൊട്ടടുത്തുണ്ട്. അവര് മീഡിയ ലൈറ്റിലൊന്നും വരാതെ പതുക്കെ പതുക്കെ സൈഡിൽ കൂടെ കയറി വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ കോൺഫറൻസ് ലീഗ് എന്ന് പറയുന്നത്, ആ കോൺഫറൻസ് ലീഗിൽ നല്ല ഫോമിലാണ്. തിരിച്ച് പ്രീമിയർ ലീഗിൽ അവർക്ക് ചെറിയ 2.5-3 സ്കോഡൊക്കെ ഉണ്ടാക്കുന്ന പ്ലെയർ ആ ഒരു ടീമിലുണ്ട്. അവർക്കൊരു പ്രശ്നമില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏതോ ഒരു കളി കാണുമ്പോൾ ഇതൊക്കെ ചെൽസി പ്ലെയർ ആണ്, ഇതൊക്കെ എവിടെ നിന്ന് വന്നു എന്നുള്ള രീതിയിലാണ്. വേറൊരു ടീമാണ് അവർ കളിക്കുന്നത്. അവർ നമ്മൾ കാണാത്ത കുറെ പ്ലേയേഴ്സ് ഒക്കെയാണ് അവർ അയക്കുന്നത്, ഉസ്ബെക്കിസ്ഥാനിലൊക്കെ അയക്കുന്നത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിക്ക് കിട്ടിയ ലിബർട്ടി നോക്കി, നമ്മളൊരു പ്ലെയറിന് വേണ്ടിയിട്ട് ഇവിടെ മൂക്കോണ്ട് രക്ഷ വരച്ച് നോക്കുമ്പോൾ പുള്ളി ഇത് ഫസ്റ്റ് ടീം, ഇത് യൂറോപ്പ ലീഗ് അല്ലെങ്കിൽ ഇത് കോൺഫറൻസ് ലീഗ് എന്നൊക്കെ പറഞ്ഞ് പുള്ളി സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെനിക്ക് തോന്നുന്നു പുള്ളിക്ക് ഭയങ്കര അഡ്വാൻറ്റേജ് ആണല്ലോ ബ്രോ. അതെ, ഓഫ്കോഴ്സ് അതൊരു ലക്ഷറി അല്ലേ. എനിക്കിപ്പോഴും മനസ്സിലാവാത്ത ഒരു 1.5 ബില്യൺ സ്പെൻഡ് ചെയ്തിട്ട് സെക്കൻഡ് നിന്നിട്ടും ഇത്ര നല്ല 8 ഗെയിംസ് വിന്നിംഗ് സ്ട്രീക്കിലാണ് ചെൽസി. അപ്പൊ അങ്ങനെ ഉണ്ടായിട്ട് ഇവര് ഇത്രയും ഹമ്പിളായിരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്ക് അറിഞ്ഞൂടാ. ഇവർ അഭിനയിക്കുന്നതാണ് ഇവർക്ക് മീഡിയ അറ്റൻഷൻ, സ്പെഷ്യലി ചെൽസി പ്ലേയേഴ്സ്. മടുവക്കയോടൊക്കെ ചോദിച്ചാൽ മടുവക്കെ പറഞ്ഞു ടൈറ്റിൽ റേസ് എന്താ എനിക്ക് അറിയില്ലെന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് ഇതൊക്കെ പറഞ്ഞു പഠിപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഞാൻ പറയില്ലേ, ഇത് അവര് സമ്മതിച്ചല്ലെങ്കിലും ലോജിക്ക്, നമ്മളിപ്പോ ഇത്രയും വർഷങ്ങളായിട്ട് ഫുട്ബോൾ കാണുന്ന ആൾക്കാരാണ് നമ്മളൊക്കെ. അപ്പോ എനിക്കൊന്നും നമുക്ക് അത്യാവശ്യം കണ്ടാൽ മനസ്സിലാവും ചെൽസി ത്രെറ്റനിങ് ആയി തുടങ്ങിയ, ചെൽസി ത്രെറ്റനിങ് ആണ്. അതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ പോയിന്റ് അവര് ജയിച്ചോണ്ടിരിക്കും. കാര്യം അവർക്ക് ജനുവരി പകുതി വരെ, ജനുവരി 25 സിറ്റി ആയിട്ടുള്ള ഗെയിം, അതിനു മുമ്പൊക്കെ എളുപ്പം ഫിക്സ്റ്റേഴ്സ് ആണ്. അവർക്കാണെങ്കിൽ ഈ എത്ര കോമ്പറ്റീഷൻ അവർക്ക് ഇടയിൽ മാച്ച് വരുമ്പോൾ അവർ കറബാവ് കപ്പല്ല, മറ്റേ നമ്മുടെ കോൺഫറൻസ് ലീഗിലൊക്കെ അവര് അക്കാഡമി പിള്ളേരെ വിട്ടത്. ചെൽസി എപ്പോഴും ഒരു ഫിയർ ഫാക്ടറാണ്. എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു ജയന്റ് ഫോഴ്സ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് തുടക്കം മുതലേ കാണിച്ചു തുടങ്ങിയപ്പോ എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ബെറ്റർ നമ്മൾ നമ്മുടെ ഭാഗം ചെയ്യാന്നാണ്. അല്ലെങ്കിൽ നമ്മൾ ബാക്കിയുള്ളവർ പോയിന്റ്സ് ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരും. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. അപ്പൊ എന്തായാലും നമുക്ക് മത്സരമൊക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്കിൽ അവർക്ക് കൂടി കാണാം. ഓക്കെ, താങ്ക് യു. താങ്ക് യു ബ്രോ, ടേക്ക് കെയർ, ഗുഡ് നൈറ്റ്.